Hello friends, welcome to our channel. നമുക്ക് ആക്ച്വലി ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആമസോണിൽ നിന്ന്. ഞാൻ ആക്ച്വലി റീസെൻ്റ്ലി ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമ്മുടെ ഒരു ലാപ്ടോപ്പ് മോട്ടറോള ലാപ്ടോപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആക്ച്വലി പറയാൻ വന്നത് നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ നമുക്ക് 2 ദിവസത്തിനുള്ളിൽ നമ്മുടെ സെയിൽസ് സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾ പ്ലസ് മെമ്പറോ അല്ലെങ്കിൽ നമ്മളിത് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഫ്ലിപ്കാർട്ടിൻ്റെ ഡീലുകളാണ്. നമ്മൾ ആമസോണിൻ്റെ ഡീൽ സെപ്പറേറ്റ് വേറെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മറ്റേ ചാനൽ ഇട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ പോയി കണ്ടോ. നിങ്ങൾ ഏതാ വാങ്ങിക്കുന്നതനുസരിച്ച് ഫ്ലിപ്കാർട്ടിൽ നിന്നാണോ അല്ലെങ്കിൽ ആമസോണിൽ നിന്നാണോ വാങ്ങിക്കുന്നതനുസരിച്ചിട്ട് നിങ്ങൾക്ക് രണ്ടെണ്ണത്തിന് വീഡിയോ കാണാം. അത് രണ്ടെണ്ണം കാണാൻ മറക്കണ്ട, നിങ്ങൾക്ക് നല്ലതായിരിക്കും രണ്ടെണ്ണം കണ്ട. അപ്പോൾ ഞാനിത് ലാപ്ടോപ്പ് ഞാൻ പറഞ്ഞല്ലോ, ഇത് ലാപ്ടോപ്പ് എൻ്റെ 14 ഇഞ്ചിൻ്റെ ലാപ്ടോപ്പ് അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചാണ് പറഞ്ഞത്. മോക്ക എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണത്. ഗ്രീൻ ഉണ്ട് വെറൈറ്റി സാധനം. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമുക്ക് ഈ സെയിൽസിൽ ലാപ്ടോപ്പിനും മൊബൈൽസിനും കിടിലൻ ഡീൽസുകളാണ് വന്നിരിക്കുന്നത്. ഫ്ലിപ്കാർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇഷ്ടംപോലെ ഡീലുകളുണ്ട്. അപ്പോൾ മോട്ടറോള മോട്ടോ ബുക്കാണ് ഞാനിപ്പോൾ റീസെൻ്റ്ലി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഡീൽ പ്രൈസിന് തന്നെ കിട്ടിയത് 14 ഇഞ്ചിൻ്റെ ലാപ്ടോപ്പാണ്. നിങ്ങളൊരു 60,000 നിങ്ങൾക്ക് ആക്ച്വലി സെയിൽ പ്രൈസും കിട്ടും, ക്രെഡിറ്റ് കാർഡ് ഓഫറും കിട്ടും. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് പെട്ടെന്ന് എടുത്ത് വയ്ക്കാൻ മറക്കരുത്. ഞാൻ ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് നോക്കിയാലും നിങ്ങൾക്ക് കിട്ടും ajamji.banksupport.in. അപ്പോൾ ക്രെഡിറ്റ് കാർഡ്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വൻ നഷ്ടമായിരിക്കും കിട്ടുക. എന്ന് വെച്ചാൽ ഈ സെയിൽസിൽ വരാൻ പോകുന്നത് ഇപ്പോൾ പ്രത്യേകം നിങ്ങൾ ഫ്ലിപ്കാർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ICICIൻ്റെയും ആക്സിസിൻ്റെയും മെയിനായിട്ട് ഈ 2 കാർഡ് വേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വൻ നഷ്ടമായിരിക്കും. കോട്ടക്കിൻ്റെയും കുറേ ഇതിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി പറയാമെന്ന് പറഞ്ഞാൽ 12,999 എനിക്ക് ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടിയത് ഈ ലാപ്ടോപ്പ് വാങ്ങിച്ചപ്പോൾ. നിങ്ങൾക്ക് ശരിക്കും ആ പ്രൈസ് കൊണ്ട് വേറെ പ്രൊഡക്റ്റ് വാങ്ങിക്കാം. അത്രയധികം എമൗണ്ട് ആയത്. മിനിമം 6,000 രൂപയെങ്കിലും നമുക്കിപ്പോൾ ആക്സിസ് ബാങ്കിൻ്റെ കാർഡോ അല്ലെങ്കിൽ ICICI ബാങ്കിൻ്റെ കാർഡോ നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ കിട്ടുന്നുണ്ട്. എടുത്ത് വയ്ക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ വൻ നഷ്ടമായിരിക്കും കിട്ടുക. പ്രത്യേകിച്ച് നിങ്ങൾ ഇപ്പോൾ ഈ എന്താ പറയുക സെയിൽസിന് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ കേട്ടോ, അല്ലാത്തവർക്കൊരു കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് നോക്കിയാലും മതി. അപ്പോൾ നമ്മൾ പറയാൻ വന്നത് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ വാങ്ങിക്കാൻ പറ്റുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ഡീലുകൾ ഫോർ സ്മാർട്ട് ഫോൺസ് ആൻഡ് ലാപ്ടോപ്പുകളാണ്. അപ്പോൾ വിത്തൗട്ട് വേസ്റ്റിംഗ് എ ടൈം ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ ആദ്യത്തെ ബെസ്റ്റ് ഡീൽ എന്ന് പറയുന്നത് നമ്മുടെ ഫോണുകളുടെ കാര്യം പറയാം. നമുക്ക് ആദ്യം സാംസങ്ങിൻ്റെ S24 സീരീസ് നമുക്ക് സെയിൽസിൽ വരുന്നുണ്ട്. 39,999 ആണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. 38,999 ആണ് വരുന്നത്. സ്നാപ്ഡ്രാഗൺ ജനറേഷൻ വെർഷനാണ്. നിങ്ങളൊരു 40,000 താഴെ നിങ്ങളൊരു ഓവറോൾ ഒരു ക്യാമറ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കോമ്പാക്ട് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇഷ്യൂസും കാണാനൊന്നുമില്ല. പക്ഷേ വാങ്ങിക്കുമ്പോൾ 256 GB വരുന്നെങ്കിലും മാക്സിമം വാങ്ങിക്കാൻ നോക്കാം കേട്ടോ. പിന്നെ അടുത്ത ഡീൽ എന്ന് പറയുന്നത് നമ്മുടെ iPhone 16 ആണ്. 51,999. അത് ഇൻക്ലൂഡിങ് കാർഡ് ഓഫർ സംഭവങ്ങളൊന്നും വേണ്ട. നിങ്ങൾക്ക് 51,999 കിട്ടും. കാർഡ് ഓഫറും കാണൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ 48 രൂപ കിട്ടും. അത് ആ ഫോൺ എന്തായാലും മിക്കവാറും നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് പ്ലസ് മെമ്പർ അല്ലെങ്കിൽ എന്ന് വെച്ചാൽ മിക്കതും അത് സ്റ്റോക്ക് ഔട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഫ്ലിപ്കാർട്ടാണല്ലോ, അത് ഓർഡർ ആയാൽ പോലും ചിലപ്പോൾ എപ്പോഴാണ് ക്യാൻസൽ ആവുമെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ചാൻസസ് കുറവാണ്. എന്ന് വെച്ചാൽ നല്ല ഡീലാണ് സംഭവം വന്നേക്കുന്നത്. പിന്നെ നമുക്ക് അതിൽ മെയിനായിട്ട് പറയാനുള്ളത് നമ്മുടെ പിക്സൽ സീരീസുകൾക്കാണ്. പിക്സൽ 9 34,999 നമുക്ക് കിട്ടുന്നുണ്ട്. പിക്സൽ 9 ഞാൻ ഓൾറെഡി വീഡിയോ ഒക്കെ ഇട്ടതാണ്. കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്താ പിക്സൽ 9 വാങ്ങിക്കാത്തത്. നമ്മൾ പിക്സൽ 9 വീഡിയോ അൺബോക്സിങ്ങും എല്ലാ സംഭവം ഇട്ടതാണ്. ഞാൻ ലാസ്റ്റ് ദിവസം സെൽ ഔട്ട് ചെയ്തതാണ്. ഞാൻ ചിലപ്പോൾ പിക്സൽ 9 Pro XL വാങ്ങിച്ചാലോ അത് ഉദ്ദേശമുണ്ട്, അല്ലെങ്കിൽ പിക്സൽ 10 ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും പറഞ്ഞാൽ പ്ലസ് സാംസങ്ങിൻ്റെ S24 അൾട്രയും വാങ്ങിക്കാനുള്ള ഉദ്ദേശമുണ്ട് ഈ സെയിൽസിൽ. പിക്സലിൻ്റെ ഫോൺ എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമാണ്. പക്ഷേ എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ അത് വാല്യൂ ഫോർ മണി ആയിരുന്നില്ല. ഇപ്പോൾ പക്ഷേ നല്ല ഡീല് പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. പിക്സൽ 10ൻ്റെ കാര്യം പറയണമെങ്കിൽ 60 അത്ര ആയിട്ടുണ്ട്. അത്രയായിരുന്നു നമുക്ക് ഈ സെയിൽസിൽ. പിക്സൽ 10ൻ്റെ ഫോൺ റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് കാർഡ് ഓഫർ ആണോ സംഭവമാണോ എന്ന് ഒരു സ്പെസിഫൈ ചെയ്തിട്ടില്ല. പക്ഷേ പിക്സൽ 9 Pro XLന് 84,999 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. അത് വിത്തൗട്ട് കാർഡ് ഓഫർ ആണെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ അത് നല്ല ഡീലാണ്. എന്ന് വെച്ചാൽ 16 GB 512 GB മോഡലാണത്. അത് നമുക്ക് അതും Pro XL മോഡലാണ് വലുത്. അപ്പോൾ ബാറ്ററി ബാക്കപ്പ് അത്യാവശ്യം നല്ല കിട്ടും. 5000 mAh വരുന്നുണ്ട്. അപ്പോൾ അത് നല്ല ഡീലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. 48 ആണെന്നുണ്ട്. 50 ക്യാമറ സെൻസർ വരുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് അത് 256 GB വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റാർട്ടിംഗ് പ്രൈസ് 256 GB വരുന്നുണ്ട്. ഇത് പോയി ഇതിൽ നമുക്ക് വരുന്നത് ഇത് പറയുമ്പോൾ ഇപ്പോൾ എന്താ പറയുക, പിക്സൽ 10 Pro എടുത്താലും 10X പിക്സൽ 9 Pro എടുത്താലും കാണാനൊക്കെ സെയിമാണ്, മനസ്സിലാവുന്നില്ല കേട്ടോ. പിന്നെ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. പിന്നെ ആ പ്രൊസസ്സറിൻ്റെ അതും നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ Tensor 5 വലിയ പെർഫോമൻസും വാങ്ങിയൊന്നുമില്ല, കണക്ക് തന്നെയാണ്. മെയിനായിട്ട് ഇവരുടെ എന്താ പറയുക സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സും അതിൻ്റെ ഒപ്റ്റിമൈസേഷനൊക്കെയാണ്. അത് പിക്സൽ 9 ഉണ്ട്. നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. 50-48 ആണ് വരുന്നത്. സോറി 48-50 അല്ല, 50-48 പിന്നെ സെൽഫി ക്യാമറ 42. പിക്സൽ 9 അതാണ് കുഴപ്പം. അവർ സെൽഫി ക്യാമറ ഇമ്പ്രൂവ് ചെയ്തിട്ടില്ല. 10.5 എപ്പോഴും. അതാണ് അതിൻ്റെ മെയിൻ ഒരു കോൺ എന്ന് പറയാനുള്ളത്. അപ്പോൾ ഞാൻ ആക്ച്വലി കൺഫ്യൂസ്ഡ് ആണ്
ഇപ്പോൾ S24 Ultra ഓൾമോസ്റ്റ് കൺഫേം ആണ്. എന്തായാലും എനിക്കൊരു സാംസങ് ഫോൺ നമുക്ക് വീഡിയോ പർപ്പസിനും അതിൻ്റെ അപ്ഡേറ്റ് വീഡിയോകൾക്കൊക്കെ വേണം. ഞാനിപ്പോൾ റീസെൻ്റ്ലി എല്ലാം സെൽ ഔട്ട് ചെയ്തല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും എടുക്കാനുള്ള പ്ലാനിലാണ്. എന്ന് വെച്ചാൽ നല്ല ഡീലാണ്. 79-70 രൂപയ്ക്ക് S24 Ultra കിട്ടുകയെന്ന് പറഞ്ഞാൽ നല്ല ഡീലാണ്. രണ്ടാമത്തെ ഒരു ഫോൺ കൂടെ എന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ ഇപ്പോൾ സെക്കൻഡറി ഫോണായിട്ട് ഉപയോഗിക്കുന്നത് Nord 5 ആണ്, 512 GB ഉണ്ട്. ഇതൊന്നും കിടിലൻ ഡീൽ തന്നെയാണ്, അത് എടുത്ത് പറയാനൊന്നുമില്ല. ഇതാണ് ഓൾമോസ്റ്റ് ഒരു 1 വീക്ക് ആയിട്ടുള്ളൂ കേട്ടോ വാങ്ങിച്ചിട്ട്. കിടിലൻ ഡിസ്പ്ലേ, എടുത്ത് പറയാനുള്ള കിടിലൻ ഡിസ്പ്ലേ ആണ്. എന്നുവെച്ചാൽ എനിക്ക് മൾട്ടിപ്പിൾ സിമ്മുകളുണ്ട്. നമുക്ക് ഒഫീഷ്യൽ സിം വേറെ ഉണ്ട്, നമ്മുടെ ബിസിനസ് യൂസുള്ള സിം വേറെ ഉണ്ട്, പേഴ്സണൽ സിം വേറെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഞാൻ നോർമലി 3 ഫോൺ എന്തായാലും മിനിമം ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ 2 ഫോൺ ഉപയോഗിക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ സെൽ ഔട്ട് ചെയ്തു. ഇപ്പോൾ എൻ്റെ ഈ ഫോണിൽ 2 സിം എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു 3 ഫോൺ മിനിമം ഞാൻ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ടാണ് മിക്കവാറും ഞാൻ എന്തായാലും S24 Ultra വാങ്ങിക്കും. പക്ഷേ അടുത്തൊരു ഫോൺ Pixel 9 XL അല്ലെങ്കിൽ Pro XL അല്ലെങ്കിൽ Pixel 10 വാങ്ങിക്കണമെന്നുള്ളൊരു പ്ലാനിലാണ്. വെച്ചാൽ നമുക്ക് പിന്നെ വേറൊരു പർപ്പസ് എന്ന് വെച്ചാൽ രണ്ടായാലും നമുക്ക് വീഡിയോ എടുക്കാമല്ലോ. എന്ന് വെച്ചാൽ Pixel 9 എന്തായാലും എടുക്കാൻ ചാൻസ് ഇല്ല. എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി എൻ്റെ റിവ്യൂ വീഡിയോ ഒക്കെ ഇട്ടതാണ്. പറയുമ്പോൾ എനിക്കന്ന് ഞാൻ എടുത്തിട്ടുണ്ടെന്ന് 51 രൂപയ്ക്കാണ്. ഞാൻ ക്രോമിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാർഡ് ഓഫറും പോയിൻ്റ് ഓഫറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 51 രൂപയ്ക്ക് കിട്ടി. ഇപ്പോൾ അത് 34 രൂപയായി, 35 രൂപയായി. അപ്പോൾ അത് നല്ല ഡീലാണ്. 50 രൂപയ്ക്കാണെങ്കിലും നല്ല ഡീൽ തന്നെയായിരുന്നു സാധനം. എന്ന് വെച്ചാൽ 70 രൂപയ്ക്കൊന്നും നല്ല ഡീലല്ല, പക്ഷേ 50 രൂപയുടെ താഴേക്കാണെങ്കിൽ നല്ല ഡീലാണ് Pixel 9. 35 രൂപയ്ക്ക് എന്തായാലും കിടലൻ ഡീൽ തന്നെയാണ്. പ്രത്യേകിച്ച് നിങ്ങളൊരു Pixel ലവറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടിയെടുക്കാം. ഈ 3 ഫോണുകളാണ് ഇതിൽ മെയിനായിട്ട് നമ്മുടെ എന്താ പറയുക ഫ്ലിപ്കാർട്ടിൽ പറയാനുള്ളത്. ലാപ്ടോപ്പുകളിൽ ഇഷ്ടം പോലെ ഓഫറുകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ലാപ്ടോപ്പ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ Asusൻ്റെ ലാപ്ടോപ്പ്, മോട്ടറോള എടുക്കാം, ലിനോവോ എടുക്കാം, MSI എടുക്കാം, സാംസങ് എടുക്കാം, Acer അത്രയും കിടിലൻ ഓഫർ കിട്ടി എടുക്കാം. ബാക്കി എല്ലാ ബ്രാൻഡുകളും നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ റിജക്ട് ചെയ്യാം, അൺലെസ് യു ആർ ഗെറ്റിംഗ് വെരി ഡിസ്കൗണ്ടഡ് പ്രൈസ്. അതായത് HP, Dell ഇതൊക്കെ എന്ന് വെച്ചാൽ ഇവരൊക്കെ ചുമ്മാ പാർട്സ് വാങ്ങിച്ചാൽ അസംബിൾ ചെയ്ത് വിൽക്കുന്ന പരിപാടികളാണ്. അതുകൊണ്ട് ഉമ്മാർക്ക് 10 പൈസയുടെ വരില്ല. എൻ്റെ ഓൾറെഡി ഡെല്ലിൻ്റെ ഇതിന് മുമ്പ് HP ആയിരുന്നു. എൻ്റെ ഡെല്ലുണ്ട്. എൻ്റെ വേറെ ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്ന വേറെയാണ്. ഇത് മറ്റേ എൻ്റെ ഒഫീഷ്യൽ സാധനമാണ്. ഡെല്ലിൻ്റെ കിടിലൻ സാധനമുണ്ട്, ഹൈ എൻഡ് സാധനമാണ്. അത് ഒഫീഷ്യൽ ലാപ്ടോപ്പാണ്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പുറത്തേക്ക് കാണിച്ചിട്ട് എത്തായ്മ കോഡുകളും സംഭവമൊക്കെ ഉണ്ട്, അവരുടെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടച്ച് സ്ക്രീനൊക്കെ വരുന്ന സാധനമാണ്. അത് ഏതായാലും കംപ്ലൈൻറ്റാണ്. പുതിയ സാധനമാണ്, ഫ്രഷ് സാധനമാണ്. എനിക്ക് ഫ്രഷ് സാധനം ഞാൻ അൺബോക്സ് ചെയ്തതാണ്. ഒടുക്കത്തെ കംപ്ലൈൻറ്റ്. ഡിസ്പ്ലേ 2-3 വട്ടം ഓൾറെഡി മാറ്റി, എന്നിട്ടും ശരിയായില്ല. അവന്മാർക്ക് തന്നെ അറിയില്ല എന്താ സംഭവം. അപ്പോൾ അതാണ് അവസാനം അവന്മാർക്കൊന്നും ഒരു പിടിയില്ല. ചുമ്മാ പാർട്സ് വാങ്ങിച്ച് അസംബിൾ ചെയ്ത് കൊടുക്കണം. ഈ ഫയർ ബോട്ടൊക്കെ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, ഇന്ത്യൻ കമ്പനീസ് ചെയ്യുന്ന പരിപാടി, അതാണ് ഇവന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആസൂസും അങ്ങനെയൊന്നും അല്ല. അവരൊക്കെ പാർട്സ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. എന്നിട്ട് അവർ അസംബിൾ ചെയ്യുന്നതാണ്. ബോർഡും ഇല്ലാത്ത ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തുറന്നു നോക്കി കഴിഞ്ഞാൽ പകുതി ചിലപ്പോൾ ലിനോവയും ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ ഇഷ്ടം പോലെ പാർട്സുകൾ. അതുകൊണ്ട് ഞാൻ ലിനോവ പറഞ്ഞത്. ഇപ്പോൾ ഈ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഈ മോട്ടറോളയുടെ ഈ ലാപ്ടോപ്പ് തുറന്നു നോക്കി കഴിഞ്ഞാൽ പകുതിയല്ല 3/4 ഭാഗം ലിനോവൻ്റെ പാർട്സുകളാണ്, എക്സെപ്റ്റ് പ്രൊസസ്സറും ബാക്കിയൊക്കെ നോക്കി കഴിഞ്ഞാൽ. പക്ഷേ ബാക്കിയെല്ലാം അവരുടെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ബ്രാൻഡുകളൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നത്. MSI ഇവരൊക്കെ മദർ ബോർഡ് ഉണ്ടാകുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് എടുത്ത് പറയാൻ കാരണം. അപ്പോൾ കംപ്ലയിൻറ്റ്സ് വന്നാലും പാർട്സ് അവൈലബിലിറ്റിയും അതുപോലെ തന്നെ സർവീസും ക്വാളിറ്റിയൊക്കെ ഇവർക്കായിരിക്കും ബെറ്റർ. അതുകൊണ്ട് ഞാൻ പറയാൻ കാരണം. അല്ലാണ്ട് നമ്മൾ പ്രൊമോഷണൽ സംഭവമൊന്നുമല്ല. സാംസങ് കുഴപ്പമില്ല. സാംസങ് മിക്ക സാധനങ്ങളൊക്കെ അവരെ തന്നെ ഉപയോഗിക്കുന്നത്, ബോർഡുകളായിക്കോട്ടെ. ഇപ്പോൾ സ്നാപ്ഡ്രാഗൻ്റെ പ്രൊസസ്സർ വെച്ചിട്ട് സാംസങ്ങിൻ്റെ ഒരു ബുക്ക് ഫോർ എഡ്ജൊക്കെ അത്യാവശ്യം നല്ല ഡീലാണ്. പക്ഷേ സ്നാപ്ഡ്രാഗൺ പ്രൊസസ്സർ എടുക്കുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ അതിൽ സപ്പോർട്ടാണ് നോക്കണം. അല്ലെങ്കിൽ അത് മാത്രമേ ഇഷ്യൂ ഉള്ളൂ. നോർമൽ പർപ്പസിനൊക്കെ ആണെങ്കിൽ കണ്ണും മൂടി എടുക്കാം കേട്ടോ. നല്ല കിടലൻ ബാറ്ററി ബാക്കപ്പ് ഒക്കെയാണ്. ഞാൻ എന്തായാലും ടാഗ് ചെയ്യാം, നിങ്ങൾക്ക് അത് നോക്കി എടുക്കാം കേട്ടോ. എന്ന് വെച്ചാൽ ഫ്ലിപ്കാർട്ടിൽ നമുക്ക് ടാഗ് ഓപ്ഷൻ ഉണ്ടല്ലോ. ഡിപ്പെൻഡ്സ് അപ്പോൺ ഏത് ചാനലാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നതാണ്. എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ മെയിൻ ചാനലിൽ മാത്രമേ നമുക്ക് ഫ്ലിപ്കാർട്ട് ടാഗ് ഓപ്ഷൻ വന്നിട്ടുള്ളൂ. ബാക്കി നമ്മുടെ മൂന്നാമത്തെ ചാനൽ, പുതിയ ചാനലുണ്ടല്ലോ, അതിൽ നമുക്ക് ഈ ഓപ്ഷൻ വന്നിട്ടില്ല. അപ്പോൾ അതാണ് പ്രശ്നം. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ഓഫർ വരാനുള്ളത്. ബാക്കിയുള്ള കുറച്ച് സാംസങ് ഫോൺ ഓഫറുകൾ നമുക്ക് പറയാം. നമ്മുടെ iPhone 16 പ്രോവിനും വരുന്നുണ്ട് ഓഫർ. പക്ഷേ അത് എനിക്ക് തോന്നുന്നില്ല കിട്ടുന്നു കേട്ടോ. ഒന്നാമത് ഫ്ലിപ്കാർട്ടാണ്, 100% വിശ്വസിക്കാൻ പറ്റില്ല. വാങ്ങിക്കാൻ പോകുമ്പോഴായിരിക്കും ബാക്കിയുള്ള പ്രൈസുകളൊക്കെ കാണിക്കാൻ പറ്റും. അങ്ങനത്തെ ആൾക്കാരാണ്. മോട്ടോറുടെ ഫോണുകൾക്ക് ഇഷ്ടംപോലെ ഓഫറുകൾ വന്നിട്ടുണ്ട്. Poco 7 Pro നമുക്ക് 18,000 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. കിടിലൻ ഡീലാണ്. Poco IQ ഒക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ റിയൽമി GT സീരീസൊക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഗെയിമിംഗ് പെർഫോമൻസ് ഓറിയൻറ്റഡ് ഫോണാണ്. നിങ്ങൾ അതിൽ കിടിലൻ ക്യാമറ ഒന്നും ഇപ്പോൾ വിചാരിക്കരുത്. അതൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള സ്പെസിഫിക് മോഡൽസുകളാണ്. അപ്പോൾ അതിൽ എല്ലാം കടി കൂട്ടാന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഓൾറെഡി നിങ്ങൾക്ക് അറിയാം Poco 7 എനിക്ക് എപ്പോഴും അതിൻ്റെ പേര് തെറ്റിപ്പോവും. Poco F7 ഒക്കെ നിങ്ങൾ ഫോൺ കിടിലനാണ്, പെർഫോമൻസ് ആയിക്കോട്ടെ, ഡിസ്പ്ലേ ആയിക്കോട്ടെ. പക്ഷേ ക്യാമറ വേണ്ടാതെ പത്തിട്ടിക്കാം. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് സാധനം വാങ്ങിക്കാട്ടാ. പിന്നെ മോട്ടോറുടെ ഫോണുകൾ അത്യാവശ്യം നല്ല ഡീലുകൾ വന്നിട്ടുണ്ട്. പിന്നെ റിയൽമി ഒന്നും ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ
ഇതനുസരിച്ചിട്ട് വാങ്ങിക്കാം. വിവോൻ്റെ ഫോണുകൾക്കും അത്യാവശ്യം കുറേയൊക്കെ ഓഫർ വന്നിട്ടുണ്ട്. വലിയ കാര്യമായിട്ടുള്ള ഓഫറുകൾ മെയിൻ ഫോണുകൾക്കൊന്നും വന്നിട്ടില്ല കേട്ടോ. വിവോൻ്റെ V60 ഓഫർ വന്നിട്ടുണ്ട്. T4 വന്നിട്ടുണ്ട്. T4 Ultra അതിനൊക്കെ ഓഫർ വന്നിട്ടുണ്ട്. V സീരീസ് ഫോണൊക്കെ അധികം വന്നേക്കുന്നത്. X200 FEക്ക് വലിയ ഓഫറൊന്നും ഇല്ല, സെയിം ആണ്. പിന്നെ വിവോൻ്റെ X200 പ്രോന് ഓഫറൊന്നും ഇല്ല. X200 ആമസോണിൽ ചെറിയൊരു ഓഫർ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഏതാ മറ്റുള്ള ഒപ്പോൻ്റെ ഒന്നും വലിയ കാര്യമില്ല. ഒപ്പോ തന്നെ 14 ഓഫർ ഉണ്ട്. പിന്നെ വലിയ കാര്യമായിട്ടുള്ള ഓഫറുകളൊന്നും ഇല്ല. പിന്നെ ഈ മെയിൻ ഫോണുകളാണ് മൂന്നായിട്ട് സംഭവം വന്നിരിക്കുന്നത്. ഞാൻ എന്തായാലും ടാഗ് ചെയ്യാം. മാക്സിമം നമുക്ക് ടാഗിങ് ഓപ്ഷൻ ഉള്ളതിന് നമുക്ക് ടാഗ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് വാങ്ങിക്കാൻ. ഡിപ്പെൻഡ്സ് അപ്പോൺ നിങ്ങളുടെ പർപ്പസ് എന്താ, അല്ലെങ്കിൽ ബ്രാൻഡ് പ്രിഫറൻസ് എന്താ, അതൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു ഷോർട്ട് വീഡിയോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഷോർട്ടല്ല, 8 മിനിറ്റ് ആയില്ലേ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടിട്ടാണെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക്കിൽ ഫൈനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്, സ്മാർട്ട് ഫോൺ ഡിജിറ്റൽ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തതാണ്. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിച്ച് നോക്കാൻ നിങ്ങൾക്ക് ഈസിയായിട്ട് തന്നെ ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസൊക്കെ അപ്ലൈ ചെയ്യാം. ക്രെഡിറ്റ് കാർഡ്സുകൾ ഇല്ലെങ്കിൽ ഈ സെയിൽസിൽ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ വേഗം കയറി അപ്ലൈ ചെയ്യാൻ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, മറക്കണ്ട. നമ്മുടെ 3ാമത്തെ ചാനൽ പോയി കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാം. ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് അത് നമ്മളതിൽ ഡീലിങ്ങുകളൊക്കെ ഇടുന്നതാണ്, മറക്കണ്ട. അടുത്തില്ല, ബൈ.